ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? പ്രൈസ് ദി ലോർഡ്. എന്തായാലും കുറച്ച് ദിവസം 4-5 ദിവസം സാക്ഷ്യം വായിച്ചിട്ട് ഒരു സാക്ഷ്യം വായിക്കാം കേട്ടോ. സ്നേഹം നിറഞ്ഞ് ബിനോയിച്ച ഞങ്ങളെ ഓസ്ട്രേലിയയിൽ നിന്ന് സ്നേഹമാണ് സാക്ഷ്യപ്പെടുത്തുന്നു. 2020 ഞങ്ങൾ അട്ടപ്പാടിയിൽ വന്നപ്പോൾ ഞങ്ങളുടെ 6ാമത്തെ കുഞ്ഞിന്, അതാണ് കാര്യം, 8 മാസം പ്രായമായിരുന്നു. അവന് 6 മാസം മുതൽ എല്ലാ 2 ആഴ്ചയും ചെവി ഇങ്ങനെ പൊട്ടിപ്പഴുക്കുമായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ചെവി പൊട്ടിപ്പഴുക്കുന്നത് കൊണ്ട് കേൾവിശക്തി വരെ പോകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അന്ന് അറ്റപ്പാടിയിൽ വന്ന് ബിനോയിച്ചനെ കണ്ട് ഈശോയുടെ ആശീർവാദം, ബ്ലെസ്സിങ് തന്നു. അത് കിട്ടി പ്രാർത്ഥനയ്ക്ക് ശേഷം ഇപ്പോൾ 6 വയസ്സാകുന്നു. പിന്നെ ഇന്ന് വരെ ചെവി പൊട്ടി പഴുത്തിട്ടില്ല. കർത്താവിന്റെ അനുഗ്രഹമല്ലേ അല്ലേ? അപ്പോൾ ഈശോ കൃത്യസമയത്ത് ഒരു ആശീർവാദം കൊടുത്തു. 2020 മുതൽ എല്ലാ ദിവസവും അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിക്കുന്ന വഴി ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും ഞങ്ങളുടെ അനുദിന ജീവിതത്തിലും എല്ലാ മേഖലയിലും, പ്രത്യേകിച്ച് UK ഓസ്ട്രേലിയയിലേക്കുള്ള മൂവിലും ദൈവം വഴി നടത്തി. ഓസ്ട്രേലിയയിൽ വന്ന് എനിക്കും ഹസ്ബൻഡിനും ഒരു എക്സാം എഴുതണമായിരുന്നു. എപ്പിസോഡ് 2202 കണ്ട് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി ഞങ്ങൾ 2 പേരും പാസ്സായി. അനുദിന ജീവിതത്തിൽ അച്ഛന്റെ ചെറിയ ടോക്കിന്റെ ബ്ലെസ്സിങ് അഭിഷേകാഗ്നി ഞങ്ങളെ വഴി നടത്തുന്നു. എല്ലാ മഹത്വം ഈശോയ്ക്ക്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ PDM, ASTM, FC എല്ലാത്തിന്റെ സഹിയോൻ ഒന്ന് അഭിഷേകത്തിന്, പിന്നെ ചെറിയ ഹോളി സ്പിരിറ്റ് ഈവനിങ്, പിന്നെ ഫ്രൂട്ട് ഓഫ് മേരി അഭിഷേക നിർദ്ദേശത്തിന് കേട്ടോ. വലിയൊരു കൂട്ടായ്മയാണ്. ഹല്ലേലൂയ. ഇന്നിങ്ങനെ ചെവി പൊട്ടി ഒഴുകുന്ന നേരത്തെ രോഗമുള്ളവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് 2 കൊരിന്തോസ് 3:5 ബേസ് ചെയ്തിട്ടാണ്. നമ്മുടെ യോഗ്യത എവിടെ നിന്നാണ് എന്നുള്ളതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, 2 കൊരിന്തോസ് 2 ചാപ്റ്റർ 3:5 വചനം ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്: സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടാൻ ഞങ്ങൾ യോഗ്യരല്ല. പൗലോസ് പറയുകയാണ്, ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കാര്യത്തിൽ ഞാൻ ആപ്റ്റാണ്. നമുക്ക് ചെയ്യാൻ പറ്റിയ യോഗ്യത വിശ്വാസത്തിൽ അങ്ങനെയല്ല, നമുക്കൊണ്ട് സാധിക്കുകയല്ല. ദൈവമാണ് നമുക്ക് യോഗ്യത തരുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ് പൗരോഹിത്യം ദൈവത്തിന്റെ ദാനമാണ്. പേഴ്സണലി ഞാൻ ചിന്തിക്കുവാണെങ്കിൽ എനിക്ക് എന്നാ യോഗ്യതയുള്ളത്? ഒരു യോഗ്യതയില്ല. പക്ഷേ ദൈവത്തിന്റെ ദാനമാണ്. ദൈവമാണ് നമുക്ക് യോഗ്യത തരുന്നത് എന്ന് പറയുന്നത് പോലെ എല്ലാ കേസുകെട്ടുകളിലും ശരിക്കും നമുക്ക് യോഗ്യതയില്ല. പക്ഷെ ദൈവമാണ് യോഗ്യത തന്നത്, അല്ലേ? സ്വർഗരാജ്യം പ്രാപിക്കാൻ പാപികളെ നമുക്ക് യോഗ്യതയില്ല. ഈശോയുടെ കുരിശുവിന്റെ ഉത്ഥാനമാണ് യോഗ്യത തന്നത്. നിങ്ങൾ എന്ത് ചോദിക്കേ? ഏതിനാണ് നമുക്ക് യോഗ്യതയുള്ളത്? ദൈവം തന്നതല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ? പിന്നെ ദൈവം ഇല്ലാത്തവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വിശ്വാസം ഇല്ലാത്തവരോടും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് വേറെ പലതരത്തിലുള്ള ചിന്തകളൊക്കെയാണ് നടക്കുമായിരിക്കും. അവരെ കുറിച്ചല്ല ഞാൻ പറയാം, വിശ്വാസികളെ കുറിച്ച് പറയാം. വിശ്വാസ വീക്ഷണത്തിലെടുത്താൽ ഏതൊരു ദൈവവൈദ്യനും, അല്ലേ? പരിശുദ്ധി അമ്മ എന്ന് പറഞ്ഞ് നമുക്ക് ആകെ യോഗ്യതയുള്ളതായിട്ട് ഈ ഭൂമിയെ തോന്നുന്ന ഒരാളാണ് പരിശുദ്ധി അമ്മ. ശരിയല്ലേ? നമ്മൾ ചിന്തിക്കും ഉത്ഭവഭാവം ഇല്ല, അങ്ങനെ വചനമെല്ലാം കീപ്പ് ചെയ്യുന്നതല്ലേ അമ്മ. അമ്മ പോലും എന്തിനാ പറയുന്നത്? എനിക്ക് യോഗ്യതയില്ല എന്നേറ്റ് പറഞ്ഞ് ശക്തനായും എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. നമ്മളാണെങ്കിൽ ഇപ്പൊ കാറെ കയറി ഇങ്ങനെ നടക്കണ്ടാവും, അല്ലേ? ചിന്തിച്ചു നോക്കി. ഒരു ചെറിയ കാര്യമൊക്കെ ഇങ്ങോട്ട് ദൈവം തരുമ്പോഴത്തേക്കും നമ്മളങ്ങ് ഞെളിഞ്ഞ് നടക്കുന്നതിന്റെ പേരാണ് അഹങ്കാരം. മനസ്സിലായോ? മറ്റൊരാണ് പറയും, യേശുവേ, ഈശോയെ എന്ന് വിളിക്കാനല്ലാതെ വേറൊന്നിനും യോഗ്യതയില്ല. അതുകൊണ്ട് എന്റെ സഹോദരൻ, നമ്മുടെ അയോഗ്യത ദൈവത്തിന്റെ സന്റെ ഏറ്റു പറയുക. അവിടെയാണ് ദൈവത്തിന്റെ വലിയ കൃപ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. നിങ്ങൾ തിരുപ്പട്ടം കൊടുക്കുന്ന ശുശ്രൂഷ, ഈവൻ മാമോദീസ പരികർമ്മം ചെയ്യുമ്പോൾ കുദാശ പുരോഹിതൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എന്നെ ശുശ്രൂഷ പരികർമ്മം ഞാൻ യോഗ്യനാക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലേ? ഒരു കുടുംബജീവിതത്തിന്റെ, വിവാഹ ജീവിതത്തിൽ ഒരുങ്ങുമ്പോൾ ദൈവമേ, എന്റെ സ്വഭാവം രീതികളും വെച്ചല്ലേ പ്രാർത്ഥിക്കണം നമ്മള്. കർത്താവേ, എനിക്കത് യോഗ്യതയില്ല കർത്താവേ, അല്ലേ? ഒരു ജോലി എന്ത് കാര്യത്തിനാണെങ്കിലും. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഹലോ, യെസ്, സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ, അത്ഭുതകരമായ ദൈവകൃപ കൊണ്ട്, അത്ഭുതകരമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ദുഷ്ടാരികളും, പൈശാചികപ്പെടുകളും, ശല്യങ്ങളെ, ബാധകളെ, ഭൂതങ്ങളെ, തടസ്സങ്ങളെ, ദുർദശങ്ങളെ യേശുവിന്റെ നാമത്തെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കുരിശന്റെ ചുവട്ടിലെ ഇട്ടോട്ടെ. ദൈവത്തിന്റെ കൃപയപ്പോൾ ശക്തമായിട്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവമേ, വചനം ഓരോരുത്തരുള്ളിൽ ആഴ്ന്നിറക്കട്ടെ. എന്റെ പിതാവെ, ഇപ്പോൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നാളുകളായിട്ട് ചെവി പൊട്ടി ഒഴുകുന്നത്, ചെവി പഴുക്കുന്നത്, ചെവി വേദന, ഇതിനെ ക്ലേശം അനുഭവിക്കുന്ന ഓരോ രോഗികൾക്ക്, അത് കുഞ്ഞുങ്ങളോ മുതിർന്നവരൊക്കെ ആയിക്കൊള്ളട്ടെ. ചിലപ്പോൾ ഒരുപക്ഷെ കർത്താവ് ദൈവമേ, ചെവിയുടെ ഹോൾ അടയ, അങ്ങനത്തെ മേഖലകൾ ഹോളുള്ളവര്, അതുപോലെ തന്നെ കർത്താവ് അങ്ങനത്തെ ഓപ്പറേഷൻ തീരുമാനിച്ചിരിക്കുന്നവര്, തണുപ്പടിച്ച ബുദ്ധിമുട്ടുള്ളവര്, അവരെല്ലാവരും യേശുവിന്റെ നാമത്തിൽ ആശ്രയിക്കുക. രോഗപേടി യേശുനാഥ് ബന്ധിക്കുന്നു, പൈശാചികതകൾ യേശുനാഥ് ബന്ധിക്കുന്നു, അലർജി രോഗങ്ങളെ ബന്ധിക്കുന്നു, വിട്ടോട്ടെ. കർത്താവിന്റെ നാമത്തിൽ സൗഖ്യം, വിടുതലും കൃപയും നിറയട്ടെ. അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു.
കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ എക്സാം ഒക്കെ ഉള്ളവരൊക്കെ അനുഗ്രഹം പ്രാപിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.